ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു 70 വൺ വേഡ് ക്വസ്റ്റ്യനുമുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ മുതലാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിൻ്റെ ഒക്കെ വീതം ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ 1, 2, 3 ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്തു നിന്നും കുറേശ്ശെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് 4ാമത്തെ പാഠം മുതലാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. 4 ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അതായത് പൂക്കാം കായ്ക്കാം, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, പിന്നെ ചേമ്പേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ, ജീവൻ്റെ കുഞ്ഞറകൾ, മാറ്റങ്ങളുടെ ലോകം. ഇത് ഇത്രയാണ്. മാറ്റങ്ങളുടെ ലോകത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ, അതായത് 4, 5, 6 ആ 3 പാഠങ്ങളിൽ നിന്നാണ് കൂടുതലും ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തു നിന്നാണ് ഇതിനകത്തിൽ കൂടുതലും ചോദിച്ചേക്കുന്നത്. പിന്നെ ആദ്യത്തേതും ഈ മാറ്റങ്ങൾ എന്ന് പറയുന്ന പാഠമുണ്ടല്ലോ, ചേഞ്ച്, അപ്പോൾ അതിനകത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഉള്ളതെല്ലാം നമ്മുടെ ഈ ഒരു ഒറ്റ ലിങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ അത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. നോക്കിക്കേ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻ്റ് സെൽ ഓർഗനിലെ ഇൻസൈഡ് ദ സെല്ല്? കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗം ഏതാണ്? കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗം ഏത്? ന്യൂക്ലിയസ്. വിച്ച് ഓർഗനിലെ ആക്ട് ആസ് ദ പാത്വേ വിത്തിൻ ദ സെല്ല്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏത്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ വാക്കൊക്കെ ഇംഗ്ലീഷും മലയാളവും എഴുതാൻ പഠിക്കണം കേട്ടോ. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കോശാംഗമാണ് ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻ്റ് സെൽ ഓർഗനിലെ ഇൻസൈഡ് ദ സെല്ല്? ന്യൂക്ലിയസ്. വിച്ച് ഓർഗനിലെ ആക്ട് ആസ് ദ പാത്വേ വിതിൻ ദ സെല്ല്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ സെല്ല്? എന്ന് വെച്ചാൽ കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾ ദ എൻറ്റയർ സെൽ? ന്യൂക്ലിയസ് ആണ് കേട്ടോ, മർമ്മമാണ്. പിന്നെ വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ സെല്ല്? ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ്. ഹു ഡിസ്കവേർഡ് ദ സെല്ല്? റോബർട്ട് ഹൂക്കാണ് കേട്ടോ. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. പിന്നെ വിച്ച് പാർട്ട് ദാറ്റ് കൺട്രോൾ ദ എൻറ്റയർ സെല്ല്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. കോശത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. കോശത്തിനുള്ളിലെ പ്രധാന കോശാംഗം ഏതാണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്? കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശം കണ്ടെത്തിയതാരാണ്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എൻറ്റയർ സെല്ല് കേട്ടോ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. പിന്നെ വിച്ച് പാർട്ട് ഗീവ് ഷേപ്പ് ടു ദ സെല്ല്? കോശത്തിന് ആകൃതി നൽകുന്ന ഭാഗം ഏതാണ് കുഞ്ഞുങ്ങളെ? ആകൃതി, ഷേപ്പ് നൽകുന്നത് സെൽ മെംബ്രെയിൻ ആണ് കേട്ടോ, കോശഭിത്തിയാണ്. വിച്ച് സെൽ ഓർഗനിലെ വർക്ക് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെല്ല്? പരീക്ഷയ്ക്ക് 1 മാർക്കിൻ്റെ 6, 7, 8 ഒക്കെ ചോദിക്കുന്ന പവർ ഹൗസ് ഓഫ് ദ സെല്ല് ഏതാണ് കേട്ടോ? കോശത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏതാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. PSC ഒക്കെ ചോദിക്കുന്ന പവർ ഹൗസ് ഓഫ് ദ സെല്ല് ഏതാണെന്ന്? ഏതാ? മൈറ്റോകോൺട്രിയോൺ ആണ് കേട്ടോ, മൈറ്റോകോൺട്രിയോൺ. ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ നോക്കണേ. അപ്പോൾ 8 എണ്ണം ഒക്കെ ആണല്ലോ, 8. അപ്പോൾ അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, വാട്ട് ആർ ടിഷ്യൂസ്? ഇതെല്ലാം 1 മാർക്കിൻ്റെ ആണേ. വാട്ട് ആർ ടിഷ്യൂസ്? എന്താണ് ടിഷ്യൂ? അല്ലെങ്കിൽ കലകൾ എന്നാൽ എന്താണ്? സെല്ല് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. സെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയും? സെല്ല് ജീവന്റെ അടിസ്ഥാന ഘടകം തന്നെ സെല്ലാണ് അല്ലേ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ അടിസ്ഥാന ഘടകം തന്നെ സെല്ലാണ്. ഈ സെല്ലുകളെല്ലാം കൂടെ കൂടി ചേരുന്ന കുഞ്ഞുങ്ങളെ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. സെല്ല് ദാറ്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് പെർഫോം ദ സെയിം ഫങ്ഷൻ ആർ കളക്റ്റീവ്ലി കാൾഡ് ടിഷ്യൂസ്. അതായത് സമാനമായ ആകൃതിയിലുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് എന്താ കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സെല്ലുകളെല്ലാം കൂടെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഇവിടെ കാര്യമായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയും? സമാനമായ എന്ന് വെച്ചാൽ ഒരുപോലെ ആകൃതിയുള്ളവയും ഒരേപോലത്തെ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ സെല്ലിൻ്റെ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത്, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് റസ്റ്റ്?
തുരുമ്പിൻ്റെ രാസനാമം എന്താണെന്ന്. തുരുമ്പുണ്ടല്ലോ നിങ്ങളെ, തുരുമ്പ് നമ്മൾ ഇരുമ്പൊക്കെ അയ്യത്തിട്ടിട്ട് നമ്മൾ പിന്നെ പിറ്റേന്നോ എന്ന് വെക്കുമ്പോൾ അയ്യോ ഈ ഇരുമ്പ് മൊത്തം അങ്ങ് തുരുമ്പ് പിടിച്ചെന്നൊക്കെ പറയത്തില്ലേ, തുരുമ്പ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. എന്താണ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. നിങ്ങളുടെ ടെസ്റ്റിൽ തുരുമ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ എനർജി ലോസ്? എന്താണ് ഈ എനർജി ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഊർജ്ജ നഷ്ടം എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ മാർഗമാണ്. ഊർജ്ജ നഷ്ടം എന്നാൽ എന്താണ്? അൺയൂട്ടിലൈസ്ഡ് ഫോം ഓഫ് എനർജി ഈസ് കാൾഡ്. അൺയൂട്ടിലൈസ്ഡ് ഫോം ഓഫ് എനർജി ഈസ് കാൾഡ് എനർജി ലോസ്. അതായത് നമ്മൾ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുന്ന ഊർജ്ജ രൂപത്തെയാണ് ഊർജ്ജ നഷ്ടം എന്ന് പറയുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഹെൽപ്പ് അസ് ടു സീ ഒബ്ജക്റ്റ്? വസ്തുക്കളെ നമുക്ക് കാണാൻ സഹായിക്കുന്ന ഊർജ്ജമേ. നമ്മളൊരു വസ്തുവിനെ കാണുമല്ലോ, എന്താ ആ വസ്തു അവിടെ ഇരിപ്പുണ്ടെന്ന് നമ്മൾ എങ്ങനെയാവും നിങ്ങൾ അറിയുന്നത്? വെട്ടം ഉണ്ടെങ്കിലല്ല നമുക്കറിയത്തുള്ളൂ, ഇല്ലയോ? ഇപ്പോൾ ഒരു വസ്തു അവിടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നടുതിപ്പം കണ്ടോ, മങ്ങൽ കണ്ടില്ലയോ? അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? അതിന് പ്രകാശം കൊടുക്കുമ്പോഴല്ലേ. അപ്പോൾ എന്താ, ഒരു വസ്തുക്കളെ കാണാൻ നമുക്ക് സഹായിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ് കേട്ടോ, പ്രകാശോർജ്ജം. ഓക്കെ ആണോ? അടുത്തത്, ഗിവ് an instance in which light energy changes into chemical energy. നമുക്ക് പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്ന സന്ദർഭം ഏതാണ്? പ്രകാശോർജ്ജത്തെ രാസോർജ്ജമായി മാറുന്ന സന്ദർഭത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഗിവ് ആൻ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് ലൈറ്റ് എനർജി ചേഞ്ച് ഇൻ കെമിക്കൽ എനർജി കേട്ടോ. പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്ന സന്ദർഭത്തെ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് മോളിക്യൂൾസ്? എന്താവും നിങ്ങൾ ഈ തന്മാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ എന്നാൽ എന്തെന്ന് പഠിച്ചു? ഒന്നും മറക്കല്ലേ, ടിഷ്യൂ. അടുത്തത് എന്താ? ടിഷ്യൂ ഇല്ലയോ? കലകൾ എന്നാൽ എന്താണ് പഠിച്ചത്? അടുത്തത് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ തന്മാത്രയാണ്. മോളിക്യൂൾസ് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഷോ ആൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്. ഒരു ചെറിയ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്ര. ഇനി അതിലും ചെറുതാണെങ്കിൽ എന്ത് പറയും? ആറ്റം കേട്ടോ. എന്താ? മോളിക്യൂൾസിനേക്കാൾ ചെറുതായതിനെ എന്താ പറയുന്നത്? ആറ്റം എന്നാണ് കേട്ടോ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ഒരു പഞ്ചസാര എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വിരൽ വെച്ച് ഇങ്ങനെ ഒരമക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു പഞ്ചസാരയുടെ ഒരു കണിക എടുത്തിട്ട് ഒരമക്ക് വെച്ച് കൊടുക്കുമ്പോൾ എന്താ? അത് പൊടിഞ്ഞ് ചെറിയ കണങ്ങളായിട്ട് അവിടെ കിടന്നിട്ടില്ലേ? അതിൻ്റെ ഒരു പീസ് എടുത്ത് നമ്മളിവിടെ മാറ്റി വെക്കുക. അതാ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ വലിയ ആ പീസിൻ്റെ തന്നെ മുറിച്ച് കഴിഞ്ഞാൽ അതേ ഇത് തന്നെയല്ലേ അതിൻ്റെ ആ ചെറിയതിനും വരുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. 14 ഓക്കെ ആണോ? 15 നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് റിലീസസ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് കറക്റ്റ്ലി. അതായത് താപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും ജലത്തിലുണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ ചിത്രീകരിക്കാൻ നിങ്ങളുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഏതെങ്കിലും ഇതിപ്പോൾ വാട്ടർ മാത്രം തന്നിട്ട് ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കും, ഇവിടെ എന്താണെന്നൊക്കെ എഴുതാൻ. അപ്പോൾ നിങ്ങൾ ഓരോന്നും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ജലത്തെ നമ്മൾ എന്താക്കാം? ഐസാക്കാം അല്ലേ? ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താപം പുറത്തു വിടുമ്പോൾ കേട്ടോ. താപം പുറത്തു വിടുമ്പോൾ ഐസാവുന്നു. പിന്നെ താപം സ്വീകരിക്കുന്നത് നീരാവി കേട്ടോ. താപം പുറത്ത് വിടുന്നതൊക്കെ ഇത് ടെസ്റ്റിൽ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ പടം വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ടെസ്റ്റിലുണ്ട് കേട്ടോ. ആ പടം മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടോ. സ്റ്റീം ചെയ്യുന്നത് ഐസ് കട്ടയില്ലേ? ഐസ് കട്ടയെ നമ്മൾ എന്താ കുറച്ച് നേരം വെളിയിൽ വെക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് ജലമായിട്ട് മാറും അല്ലേ? അതിന് ചൂട് കൊടുക്കുമ്പോൾ എന്താ? അത് നീരാവിയായിട്ട് മാറും അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത്, ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ലൈഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം? ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവും നിങ്ങളെ? ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവൽ പ്രവർത്തനം വെച്ചാൽ ജീവനുള്ളവയ്ക്കൊക്കെ എന്തൊക്കെയുണ്ട്? അത് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അത് ന്യൂട്രിഷൻ, അതിന് പോഷണം വേണം. റെസ്പിറേഷൻ, ശ്വസനം നടക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനമുണ്ട്. എക്സ്ക്രീഷൻ, വിസർജനം അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ജീവനുള്ള വസ്തുക്കളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. വിവിധ തരം കലകൾ, നമ്മൾ ടിഷ്യൂ എന്താണെന്ന് പഠിച്ചല്ലോ ഇല്ലേ? ടിഷ്യൂ എന്നാൽ എന്താ അല്ലേ? കലകൾ എന്നാൽ എന്തെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എന്താ? വിവിധ തരം കലകൾ, ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവ്സ് ടിഷ്യൂ കേട്ടോ. എപ്പിത്തീലിയൽ എന്ന് വെച്ചാൽ എന്താ? ആവരണ കലകൾ, നാഡീകലകൾ, പേശീകലകൾ എന്നീ 3 കലകളാണ് നമുക്കുള്ളത്. ടിഷ്യൂസ് ഏതൊക്കെയാണ്? എപ്പിത്തീലിയൻ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ്
നേർവ്സ് ടിഷ്യൂ. ഈ 3 എണ്ണവും നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം, ഏതൊക്കെ തരത്തിലുള്ള കലകളുണ്ടത് കേട്ടോ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഉണ്ട് കേട്ടോ. നോക്കിയോ കുഞ്ഞുങ്ങളെ, കോശങ്ങളിൽ നിന്നും ജീവിയിലേക്കുള്ള പ്രയാണം ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ ഇത് നമ്മുടെ ടെസ്റ്റിൽ വരച്ചിട്ടുണ്ട്. സെല്ല് അല്ലേ, കോശങ്ങളിൽ നിന്നും സെല്ല് കൂടിച്ചേരുമ്പോൾ അത് ടിഷ്യൂ ആയിട്ട് മാറും. ടിഷ്യൂ കൂടിച്ചേരുമ്പോൾ അത് അവയവങ്ങൾ ഓരോ ഓർഗനായിട്ട് മാറും. ആ ഓർഗനിൽ നിന്നും അത് ഓരോ ഓർഗൻ സിസ്റ്റമായിട്ട് അവയവ വ്യവസ്ഥയായിട്ട് മാറും. എന്നിട്ടാണ് ഒരു ഓർഗാനിസം, ഒരു ജീവിയായിട്ട് മാറുന്നത്. ഈ ഓർഡർ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ അതിനെ നേരെ എഴുതാൻ ചോദിക്കും കേട്ടോ. ചാടി കയറി ആദ്യം ടിഷ്യൂ ആണ്, പിന്നെ ഓർഗൻ, അങ്ങനെ തലതിരിച്ചൊന്നും എഴുതി വെക്കരുത്. ഓർത്തോണം, സെല്ലിൽ നിന്നാണ്, സെല്ലെല്ലാം കൂടെ കുറേ സെല്ലുകൾ ചേരുമ്പോഴാണ് ടിഷ്യൂ ആവുന്നത്. അങ്ങനെ ടിഷ്യൂ ചേരുമ്പോഴാണ് ഓർഗൻ കേട്ടോ. അതിൻ്റെ ആ ഓർഡറിൽ തന്നെ എഴുതാൻ പഠിക്കണം. 19 എണ്ണം ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 20ാമത്തെ എന്താണ് നമ്മളിപ്പോൾ 3 ടിഷ്യൂ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ, നെർവ്, പിന്നെ മസ്കുലാർ അല്ലേ? അതിലെന്താണ് നെർവ്സ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നെർവ്സ് ടിഷ്യൂ ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് നെർവ് സെല്ല് കേട്ടോ. നെർവ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേശികൾക്കുണ്ടാകുന്ന പേശി കലകൾ, പേശി കോശങ്ങൾ കൂടി ചേർന്നാണ് ഈ കോശം എന്ന് വെച്ചാൽ സെല്ല് അല്ലേ. സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം നെർവ്സ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേശി നെർവുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നെർവ് സെല്ലുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നെർവ് ടിഷ്യൂ ഉണ്ടാകുന്നത് അല്ലേ. സെല്ല് ചേരുമ്പോഴല്ലേ സെല്ല് കുറേ ചേരുമ്പോഴല്ലേ കുഞ്ഞുങ്ങളെ ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം നെർവ് സെല്ല് കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? നെർവ് ടിഷ്യൂ ഉണ്ടാകുന്നു കേട്ടോ. പേശി കലകൾ എന്നാൽ എന്താണ്? പേശി കോശങ്ങൾ കൂടി ചേർന്ന് പേശി കലകൾ ഉണ്ടാകുന്നു. അടുത്ത മസ്കുലാർ ടിഷ്യൂ എന്താണ്? നാഡീകലകൾ. മസ്കുലാർ ടിഷ്യൂ ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് മസിൽ സെല്ലുകൾ. നമ്മുടെ നാഡീ കോശങ്ങളുണ്ടല്ലോ, ഈ കോശങ്ങൾ പേശി കോശങ്ങൾ കൂടി ചേർന്നാൽ നെർവ്സ് ടിഷ്യൂ നെർവ് ടിഷ്യൂ ആകുന്നു. പിന്നെന്താ? മസിൽ സെല്ലെല്ലാം കൂടെ ചേരുമ്പോൾ മസ്കുലാർ ടിഷ്യൂ ഉണ്ടാകുന്നു. മസിൽ സെല്ലുകളെല്ലാം കൂടെ ചേരുമ്പോൾ മസിൽ ടിഷ്യൂ ഉണ്ടാകുന്നു. ഇത് ഓർത്തോണേ. ഇതിൻ്റെ തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. നാഡീകോശങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് നാഡീകലകൾ. എന്നാൽ എപ്പിത്തീലിയൻ ടിഷ്യൂവോ, സ്കിന്നുണ്ടല്ലോ, നമ്മുടെ സ്കിന്ന്, ഈ സ്കിൻ ഈസ് ദ പാർട്ട് ദാറ്റ് കവേർഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ബോഡി ഓഫ് ആനിമൽസ് ആണല്ലോ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ദീസ് ആർ കാൾഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താവും നിങ്ങളെ? ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ജന്തുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരുടെയും ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്കിന്ന് ത്വക്ക് വെച്ചാണ്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ തൊലി, നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തെ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇത് കോശങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് അല്ലേ. ഇങ്ങനെ കൂട്ടായ്മ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത്? ആവരണ കലകൾ എന്ന് പറയുന്നത്. ഞങ്ങളെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തുക്കളിൽ, മീൻസ് നമ്മൾ ഉൾപ്പെടെ പശു, പട്ടി, മനുഷ്യന്, അങ്ങനെയുള്ള ജീവികളിലെല്ലാം ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് നമ്മുടെ ത്വക്ക്, സ്കിന്ന്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയെ നമ്മൾ പറയുന്നു? ആവരണ കലകൾ എന്ന് പറയുന്നു. അടുത്ത എന്താണ്? മിക്സ്ചർ മിശ്രിതങ്ങൾ എന്നാൽ എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. അതായത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? ചോദ്യം നല്ലപോലെ ഓരോന്നും മനസ്സിലാക്കണേ കേട്ടോ. അതായത് ഞാൻ ഇങ്ങനെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതാണ്ട് മിക്സ്ചർ എന്നാൽ എന്ത് കണ്ടോ? എല്ലാ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. വാട്ടർ വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. എന്തുകൊണ്ട്? മാലിന്യമില്ലെങ്കിൽ അതെന്താ? പ്യുവർ വാട്ടർ അല്ലേ? ഇല്ലയോ? മാലിന്യമില്ലാത്ത ജലം എന്ന് വെച്ചാൽ അത് ശുദ്ധമായ ജലമാണ്. അത് ശുദ്ധ പദാർത്ഥമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? പ്യുവർ വാട്ടർ കണ്ടെയ്ൻസ് ഓൺലി സെയിം ടൈപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, സോ ഇറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. ജലം ഒരേ ഇനം തന്മാത്രകൾ മാത്രം അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ്. ജലം എന്ന് പറഞ്ഞാൽ H2O ഇല്ലയോ? ജലം ഒരേ ഇനം തന്മാത്രകൾ മാത്രം അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ്. അതിനാൽ ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്.
ഓക്കെയാണോ? 24 എണ്ണമായി നിങ്ങൾ. 25ാമത്തത്, ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടുത്തിരിക്കുന്നത് സോളിഡാണ്, കുറച്ചുകൂടെ ഇച്ചിരി നീങ്ങിയിരിക്കുന്നത് ലിക്വിഡാണ്, ഏറ്റവും ഗ്യാപ്പിൽ നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും തോനെ അകന്നിരിക്കുന്നത് വാതകാവസ്ഥയിലാണ് കേട്ടോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ഫർദസ്റ്റ്? ഏതാണ്? ഇൻ ഗ്യാസിലാണ് കേട്ടോ. അതൊക്കെ തിരിച്ചും ചോദിക്കാം കേട്ടോ. അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന ആരാ? സോളിഡാണ് കേട്ടോ. കുറച്ചുകൂടെ അകന്നിരിക്കുന്നത് ലിക്വിഡാണ്, കുറച്ചുകൂടെ നല്ലപോലെ അകന്നിരിക്കുന്നത് ഗ്യാസുമാണ്. ഇനി കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഈ പൂർണ്ണ പുഷ്പം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പുഷ്പം പൂർണ്ണമാകുന്നത് അല്ലേ? പൂർണ്ണ പുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാലിക്സ്, കൊറോള, ആൻഡ്രൂസിയം ആൻഡ് ഗൈനോസിയം ആർ ദ 4 മെയിൻ പാർട്ട് സീൻ ഇൻ എ ഫ്ലവർ. എ ഫ്ലവർ വിത്ത് ഓൾ ദീസ് 4 പാർട്ട് ഈസ് എ കംപ്ലീറ്റ് ഫ്ലവർ. നമ്മളൊരു പൂവിൻ്റെ അതിൻ്റെ വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഈ പടം ചെമ്പരത്തിപ്പൂവിൻ്റെ പടം കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താവും നിങ്ങൾ? വിതളപുടം, കാലിക്സ്, കൊറോള, ആൻഡ്രോസിയം, ഗൈനോസിയം, ഈ 4 എണ്ണവും കൂടെ കേട്ടോ. ഈ 4 എണ്ണം ഉണ്ടെങ്കിൽ ഇനി 4 ഭാഗങ്ങളാണ് ഒരു പൂവിന് പ്രധാനമായിട്ടും കാണുന്നത്. ഒരു പൂവിനാന്നേ ഈ 4 ഭാഗങ്ങളുമുള്ള ഒരു പൂവിനെ നമ്മൾ 4 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂവിനെ നമുക്ക് പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. എന്താ പറയും? പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. ഓക്കെ ആണോ? അടുത്തത്, ഡു ആൾ പ്ലാന്റ്സ് ഫ്ലവർ? they are non flowering plants in your home and surrounding? എല്ലാ ചെടികളും പുഷ്പിക്കുന്നുണ്ടോ നിങ്ങളെ? എല്ലാം നമ്മൾ മുറ്റത്തോട്ട് നോക്കി എല്ലാ ചെടികളും പുഷ്പിക്കുമോ? അതോ പൂക്കാത്ത ചെടികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പൂക്കളില്ലാത്ത ചെടികൾ ഉണ്ടോ നിങ്ങളെ? പൈൻ മരം, പൈൻ, അതുപോലെ സൈക്കസ്, അലോവേര, മണി പ്ലാന്റ്, ഇതിനൊന്നും പൂവില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, പൂ ഉള്ളതും പൂവില്ലാത്തതും കേട്ടോ. അടുത്ത 28, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്. പൂവിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? അല്ലെങ്കിൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ചോദ്യം നോക്കണേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? പൂക്കളുണ്ടല്ലോ, ഈ പൂക്കൾ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ, പൂവിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, പൂവ് കൊണ്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ നിങ്ങളെ. ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്നുമാണ് നമുക്ക് ഫലമുണ്ടാകുന്നത് കേട്ടോ. ഒരു പൂവുണ്ടെങ്കിൽ ആ പൂവിൻ്റെ വട്ടമുള്ള ഇതുണ്ടല്ലോ, കാലിക്സും ഒക്കെ, അതിൻ്റെ കാലിക്സ് അല്ലല്ലോ കളർ കൊടുക്കുന്നത്. അപ്പോൾ അത് 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെന്താ? അതിൻ്റെ ചെവിട്ടിലെ തലാമസ് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നു? അത് വിരിഞ്ഞാണ് എന്തുണ്ടാവുന്നത്? ഏത് കായാണോ ഉണ്ടാവുന്നത് അതുണ്ടാകുന്നത് അല്ലേ? പൂവിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. ദ സീഡ് ഡെവലപ്പ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. ഫലത്തിനുള്ളിൽ വിത്തുണ്ടാകുന്നു. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, ആ ഫലത്തിനുള്ളിലാണ് വിത്തുണ്ടാകുന്നത്. എ ന്യൂ പ്ലാന്റ്സ് എറൈസസ് ഫ്രം ദ സീഡ്. വിത്തിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? വിത്തിൽ നിന്നല്ലേ പുതിയ ചെടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ് പൂക്കളെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. ഒരു പൂവ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? പൂവുമായിട്ട് പൂവിൻ്റെ ധർമ്മം എന്താണ്? അതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത്, എന്താണ് ഫ്ലവർ? മെയിൽ റീപ്രൊഡക്റ്റീവ്. ഫ്ലവർ എന്നാൽ എന്താണെന്നല്ലോ നിങ്ങൾ? ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് പറയുന്ന പേര് ആൻഡ്രോസിയം എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് ഗൈനോസിയം എന്നും പറയും. ഷിയം എന്നും സി എന്നും പറയാം കേട്ടോ. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് സിയം എന്ന് പഠിച്ചത്, ആൻഡ്രോസിയം, ഗൈനോസിയം എന്ന് പഠിച്ചാൽ മതി. കാരണം ഷിയം എന്നാണ് കറക്റ്റ് ഉച്ചരിക്കുന്നത്. പക്ഷേ ഷിയം എന്ന് പറയുമ്പോൾ SH ഒക്കെ എഴുതി വെക്കും. അതുകൊണ്ട് ആൻഡ്രോസിയവും ഗൈനോസിയം. അപ്പം സി ഉണ്ടെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ആൻഡ്രോസിയം, ഗൈനോസിയം കേട്ടോ. ആൻഡ്രോഷ്യവും ഗെയ്നോഷ്യവും എന്നാണ് കറക്റ്റ് പറയുന്നത്. നിങ്ങൾ പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ സ്പെല്ലിങ് കറക്റ്റ് കിട്ടും. ഒരു പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവം എന്ന് വെച്ചാൽ കേസരപുടമാണ്. ഒരു പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന അവയവം എന്ന് വെച്ചാൽ അതിൻ്റെ കേസരപുടവുമാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ആ പടം വരച്ച് നിങ്ങളുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. അത് നല്ലപോലെ നോക്കി പഠിക്കണം കേട്ടോ. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവം കേസരപുടവും പെൺ പ്രത്യുൽപാദന അവയവം ജനിപുടവുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾ ഈ ആൻഡ്രോസിയം എന്ന് വെച്ചാൽ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, എന്ത് ഈ ആൻഡ്രോസിയം എന്ന് പറഞ്ഞേ? അതായത് ആൻഡ്രോസിയം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആന്തർ.
പോളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആൻഡർ ചാമ്പേഴ്സ്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ മെയിൽ ഗ്യാമേറ്റ്സ്. ഈ 4 പോയിന്റിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണും. ഡാഷ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമെൻസ്, അല്ലെങ്കിൽ സ്റ്റേമെൻസ് ഹാവ് എ പാർട്ട് കാൾഡ് ഡാഷ് ആൻഡ് ഡാഷ്, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഡാഷ്, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് ഡാഷ് ഇതെല്ലാം ഈ 4 എണ്ണം 4 ഞാൻ എഴുതണം എന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് എന്താണ് ആൻഡ്രോസിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ 4 പോയിന്റും കൂടെ എഴുതേണ്ടതുകൊണ്ടാണ് ഞാൻ 4 മാറ്റാഞ്ഞത്. ആ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആൻഡ്രോസിയം എന്ന് വെച്ചാൽ മലയാളം കേസരപുടം എന്നാണ്. കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം ഉണ്ടായത്. ആൻഡ്രോസിയം ഈസ് എ കമ്പോസ്ഡ് ഓഫ് സ്റ്റേമെൻസ് കേട്ടോ. കേസരത്തിന് തന്തുകം ഏതൊക്കെയാണ്? ഫിലമെൻറ്റിൻ്റെ മലയാളമാണ് ഈ തന്തുകം. ആൻഡർ എന്ന് വെച്ചാൽ പരാഗി കേട്ടോ. സ്റ്റെമൻസിനകത്തിൽ എന്തുകൊണ്ട്? സ്റ്റെമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെന്റ് ആൻഡ് ആൻഡർ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റെമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഡാഷ് ആൻഡ് ഡാഷ് എന്നും ചോദിക്കാം അല്ലേ. ഏതൊക്കെയാണ്? തന്തുകവും പരാഗിയും കേട്ടോ. ഈ പരാഗിയിലെ അറകളിലാണ് എന്ന് വെച്ചാൽ ചാമ്പേഴ്സ് എന്ന് വെച്ചാൽ അറകളിലാണ് എന്തുള്ളത്? പോളൻ ഗ്രെയിൻസുകളുള്ളത്. പോളൻ ഗ്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ? പരാഗരേണുക്കളുള്ളത് കേട്ടോ. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ്, പോളൻ ഗ്രെയിൻസിനകത്തിൽ എന്തോ ഉണ്ട്? മെയിൽ ഗ്യാമേറ്റ്സുകളുണ്ട് കേട്ടോ. പുംബീജത്തെ വഹിക്കുന്ന ഭാഗമാണ് കേട്ടോ. പുരുഷ ബീജം എന്നാൽ പുംബീജത്തെ വഹിക്കുന്ന ഭാഗമാണ് പരാഗരേണു കേട്ടോ. ഇനി പൂഞ്ഞെട്ടിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഒരു പൂവിൻ്റെ ഞെട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ആ പടം നിങ്ങളുടെ ടെസ്റ്റ് ഞാനിപ്പോൾ നമുക്ക് അത്രയും കൂടെ സമയം പോകുന്നതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. കാരണം നമുക്ക് എല്ലാം നോക്കണ്ടേ. അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. പൂഞ്ഞെട്ടിൻ്റെ ധർമ്മങ്ങൾ. ഫങ്ഷൻസ് ഓഫ് പെഡിസൽ, പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അറ്റാച്ച് ദ ഫ്ലവർ ടു ദ സ്റ്റെം, അറ്റാച്ച് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ഇനി ജനിപുടത്തിൻ്റെ ധർമ്മമോ? ഫങ്ഷൻസ് ഓഫ് ഗൈനോസിയം. ഈ ഗൈനോഷ്യത്തിൻ്റെ കാര്യം നമ്മൾ പറയല്ലോ, അതിൻ്റെ ധർമ്മങ്ങൾ എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഇത് 1 മാർക്കിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് കുഞ്ഞുങ്ങളെ ഗൈനോസിയം എന്ന് പറയുന്നത്. പെഡിസലിൻ്റെ ധർമ്മം മറക്കല്ലേ, അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം കേട്ടോ. 32 എണ്ണം ഓക്കെ ആണല്ലോ. 33ാമത്തത് ദളപുടം എന്ന് വെച്ചാൽ കൊറോള. പുടത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഫങ്ഷൻസ് ഓഫ് കൊറോള. ഗിവ് ഫോം ഓഫ് പെറ്റൽസ്, നമ്മുടെ അതിൻ്റെ ഇതളുകളുണ്ടല്ലോ, ഫോംസ് ഓഫ് പെറ്റൽസ്. ഗിവ്സ് ബ്യൂട്ടി ആൻഡ് ചാമ്പേഴ്സ് ടു ദ ചാം ടു ദ ഫ്ലവർ. നമുക്കൊരു പൂവ്, ഒരു ചുമന്ന പൂവ്, മഞ്ഞപ്പൂവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ ആ കളറ് അല്ലേ നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഗിവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. ഫോംഡ് ഓഫ് പെറ്റൽസ്, ദളങ്ങൾ ചേർന്നാണ് ഇത് രൂപപ്പെട്ടത്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. എന്താ? കൊറോളയെക്കുറിച്ചാണ്, കൊറോളയുടെ ധർമ്മങ്ങൾ. അടുത്ത ഫങ്ഷൻസ് ഓഫ് തലാമസ്. തലാമസ് എന്ന് വെച്ചാൽ പുഷ്പാസനം. പുഷ്പാസനത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ. നമ്മളൊരു പൂവുണ്ടെങ്കിൽ ആ പൂവ് എല്ലാം കൂടെ വന്നിരിക്കുന്നത് എന്തിലാ? പുഷ്പാസനത്തിൽ അല്ലേ, തലാമസിലാണ് വന്നിരിക്കുന്നത്. പൂവിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കാലിക്സ് ആയാലും കൊറോള ആയാലും ആൻഡ്രോസിയോ എന്തോ ഗൈനോസിയോ എന്തോ ഒക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ കുറേ പറഞ്ഞല്ലോ, ഇതെല്ലാം വന്ന് ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് തലാമസ് എന്ന് പറയുന്നത്. പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ആരാ കുഞ്ഞുങ്ങളെ? നമ്മുടെ തലാമസാണ്. അടുത്ത എന്താണ് കാലിക്സിൻ്റെ ഫംഗ്ഷൻ? നമ്മളിപ്പോൾ കുറേ ഫംഗ്ഷൻ പഠിച്ചേ, ഓരോ വരിയേ ഉള്ളൂ, 1 മാർക്കിന് ഇത് മാത്രം ചോദിക്കാം. അതാണ് ഇങ്ങനെ എഴുതിയത്. വിതളപുടത്തിൻ്റെ ധർമ്മങ്ങൾ. കാലിക്സിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. നമ്മുടെ പച്ചയുണ്ടല്ലോ, അതിൻ്റെ പൂമൊട്ടിനെ ഇങ്ങനെ പൊതിഞ്ഞ് വിരിയുന്നതിന് മുമ്പേ ഇയാൾ അതിനകത്തിൽ സേഫ് അല്ലേ. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് കാലിക്സ്. പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ് കേട്ടോ. അടുത്ത എന്താവും നിങ്ങൾ? നമ്മളപ്പോൾ ആൻഡ്രോസിയത്തെ കുറിച്ച് കുറേ പഠിച്ചു. ഇനി ഗൈനോഷ്യം എന്ന് വെച്ചാൽ എന്താണ്? ജനിപുടം എന്നാൽ എന്താണ്? ജനിപുടം നോക്കിക്കേ. ഗൈനോഷ്യം ഈസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റിഗ്മ, സ്റ്റൈല് ആൻഡ് ഓവറി. The egg or a female gametes is found within the ovule in the ovary. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. അത് 1 മാർക്കിന് ചോദിക്കുവേ. ഗൈനോഷ്യം എന്ന് വെച്ചാൽ ഫീമെയിൽ മെയിൽ ഏതായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ്രോസിയം. ഇത് ഗൈനോസിയം, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനിയിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഇത് കാർപ്പൽ കൺസിസ്റ്റ് ഓഫ്, അതായത് ജനിയിൽ അതിനെന്തൊക്കെ? സ്റ്റിഗ്മ, പരാഗണ സ്ഥലം,
പിന്നെ സ്റ്റൈല്, ജനിതണ്ട്, ഓവറി, അണ്ടാശയം എന്നീ ഭാഗങ്ങളുണ്ട്. ഗൈനോഷ്യം അല്ലേ, ഫീമെയിൽ അല്ലേ, അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ട്? പരാഗണ സ്ഥലമുണ്ട്, ജനിതണ്ടുണ്ട്, അണ്ടാശയമുണ്ട് എന്നീ അല്ലേ. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത് കേട്ടോ. ദ എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ്സ് ഈസ് ഫൗണ്ട് വിതിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ 36. അടുത്ത 37ാമത്തെ ചോദ്യം, ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കുഞ്ഞുങ്ങളെ കേസരം? കേസരം ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാ? തന്തുകം, പരാഗി. എന്താ വെച്ചാൽ വിച്ച് ആർ ദ പാർട്ട് ഓഫ് എ സ്റ്റേമൻ, ഫിലമെന്റ് ആൻഡ് ആന്തർ. വേറെ ആറ് പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? അതായത് പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ ദ ആന്തർ ചാമ്പേഴ്സ് അല്ലേ. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം, ഓൺലി വൺ സീഡ് ഉള്ള ഒരു വിത്തുള്ളതും മോർ ദാൻ വൺ സീഡ് ഒന്നിൽ കൂടുതൽ വിത്തുകൾ ഉള്ളതിൻ്റെ ഒരു 2-3 പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പം മാങ്ങ, നമ്മൾ മാങ്ങ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലെ മാങ്ങയ്ക്കകത്തിലെ അല്ലേ അതിനൊരു കുരുവേ ഉള്ളൂ. പ്ലം, ചെറി, അവകാഡോ ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഒരു കുരുവേ ഉള്ളൂ കേട്ടോ. ഒന്നിൽ കൂടുതൽ ആപ്പിള്, പിന്നെ ഇപ്പം നമ്മൾ ഓറഞ്ച്, ജാക്ക് ഫ്രൂട്ട്, സ്ട്രോബെറി, വാട്ടർമെലൺ ഇതിനകത്തിലെല്ലാം ഒന്നിൽ കൂടുതൽ കുരുവുണ്ട് കേട്ടോ. അടുത്ത ഹോമോജീനിയസ് മിക്സ്ചർ എന്നാൽ എന്താണ്? നമ്മൾ മിക്സ്ചർ എന്നാൽ എന്തെന്ന് പഠിച്ചത്? മിശ്രിതങ്ങൾ എന്നാൽ എന്താണ്? അതിനകത്തിൽ ഹോമോജീനിയസും ഹെട്രോജീനിയസും ഉണ്ട്. അത് 1ഉം 2ഉം ഓരോന്നായിട്ടും ചോദിക്കാം, 2ആയിട്ടും ചോദിക്കാം കേട്ടോ. എന്താണ് ഹോമോജീനിയസ്? ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ആൾ ഇറ്റ്സ് പാർട്ടീസ് കാൾഡ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വരുമോ കുഞ്ഞുങ്ങളെ? വെള്ളം കേട്ടോ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക, നമ്മൾ അതിനകത്തിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇല്ലേ. 2 മിനിറ്റ് കഴിയുമ്പോൾ എന്തായിരിക്കും? അത് ഫുള്ള് അല്ലേ ഉപ്പ് വെള്ളമായിരിക്കും അല്ലെ, പഞ്ചസാര വെള്ളം ആയിരിക്കത്തില്ലേ? അതാ, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ നമ്മൾ ഹോമോജീനിയസ് മിക്സർ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഹെട്രോജീനിയസ്. ദ മിക്സർ ദാറ്റ് ഷോ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറൻറ്റ് പാർട്ടീസ് കാൾഡ് ഹെട്രോജീനിയസ്. അതായത് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് വെച്ചാൽ ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളത് എങ്കിൽ അത്തരം മിശ്രിതങ്ങളെ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ഇപ്പം തൈരിനകത്തിലോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താലേ നമ്മൾ ആ മേളി ഇട്ട് കൊടുത്തിടത്തായിരിക്കും അത് കൂടുതലായിട്ടും കിടക്കുന്നത് അല്ലേ. നല്ലതുപോലെ അത് ഇളക്കുമ്പോഴാണ് അതെല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നത് അല്ലേ. അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കിയാലും അത് വെള്ളവുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ ഒറ്റ ഇതായിട്ട് തന്നെ വരുന്നതിനെ ഹോമോജീനിയസും, അതെല്ലാം അങ്ങും ഇഞ്ഞും ഒക്കെ ആ മാറിയും തിരിഞ്ഞൊക്കെ കിടക്കുന്നെങ്കിൽ അത് ഹെട്രോജീനിയസും കേട്ടോ. ആ ക്ലൂ ഒക്കെ അങ്ങ് പഠിച്ച് വെച്ചേക്കണേ. 42 എന്താ കുഞ്ഞുങ്ങളെ? ഈ പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാൽ എന്താണ്? ഇതെല്ലാ ചാപ്റ്ററോടെ മിക്സ് ചെയ്താണ്. പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഹെട്രോജീനിയസ് മിക്സ്ചറിനും എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, ഇവയൊക്കെ കേട്ടോ. ഹെട്രോജീനിയസ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വേർതിരിച്ച് ഓരോ ഫ്രൂട്ട്സും എടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ചോക്ക് പൊടി ഉണ്ടല്ലോ, അതും വാട്ടറോട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇല്ലേ, ചോക്ക് പൊടിയും വെള്ളവും രണ്ടും വേർതിരിഞ്ഞായിരിക്കും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതും 2ആയിട്ട്, അതാണ് 2 എക്സാമ്പിൾ ഒന്ന് പഠിച്ച് എളുപ്പമുള്ള എക്സാമ്പിളായി 2 കേട്ടോ. അടുത്തത് 44ാമത്തെ, മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ആൾ കോമ്പോണൻസ് ആർ വിസിബിൾ. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ. എല്ലാ ഘടക പദാർത്ഥങ്ങളും, ചോദ്യം നല്ലപോലെ നോക്കണേ, എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞു ചോക്ക് പൗഡർ ഇൻ വാട്ടർ, ചോക്ക് പൊടി കലർത്തിയ വെള്ളമാണെങ്കിൽ, ഇപ്പോൾ ഗ്ലാസ്സിൽ ചോക്ക് പൊടി എടുത്താൽ അത് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. സാൻഡ് മിക്സ്ഡ് വിത്ത് എ വാട്ടർ, ഷുഗർ ആൻഡ് റവ. നമ്മൾ വെള്ളത്തിൽ കലർത്തിയ മണൽ, പഞ്ചസാര, റവ ഇങ്ങനെയൊക്കെ കലർത്തിയാൽ അതും എന്താണ് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും കേട്ടോ. പഞ്ചസാര കുറേശ്ശെയായിട്ട് അലിഞ്ഞു പോവും, റവയും മണലും ഒക്കെ എന്താണ് നമുക്ക് വേർതിരിച്ച് വെള്ളത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി
മിക്സ്ചർ ഇൻ വിത്ത് ഓൾ കോമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്തവയുണ്ട്. കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ചോക്കുപൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞത് അല്ലേ. പക്ഷെ കാണാൻ കഴിയാത്ത ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഉപ്പ് വെള്ളം അല്ലേ, ഉപ്പ് ലായനി, ഉപ്പ് വെള്ളത്തിലിട്ടാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് മിനിറ്റുകൾക്കുള്ളിൽ അത് അലിഞ്ഞു പോകും. ഷുഗറും അതുപോലെയാണ്. ലെമൺ ജ്യൂസ്, നാരങ്ങ ജ്യൂസും നാരങ്ങ വെള്ളം ഇല്ലേ, അതെല്ലാം അതിന് എക്സാമ്പിളാണ്. മനസ്സിലാക്കണേ. ആ 44 45 ചോദ്യം മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, 45 എണ്ണമായി. 46 എന്താവും നിങ്ങൾ ഈ പരമാണു എന്ന് വെച്ചാൽ എന്താണ്? പരമാണു അതായത് കണാദ കേട്ടോ, പേരൊക്കെ നല്ലപോലെ പറയണേ കേട്ടോ. കണാദ ബിലീവ്ഡ് ദാറ്റ് ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കാൾഡ് പരമാണു. നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ്, വിഭജിക്കാൻ നമുക്ക് കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം, സൂക്ഷ്മകണങ്ങൾക്ക് ഏത് പേരിലാണ് നമ്മുടെ കണാദൻ പറഞ്ഞത് ഏതാ? പരമാണു കേട്ടോ. അതൊക്കെ വൺ വേർഡായിട്ട് നമ്മുടെ ടെസ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് എഴുതിയതാ കേട്ടോ. എന്താവും നിങ്ങൾ ഈ മേജർ ന്യൂട്രിഷൻസ് ഇതൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? മേജർ ന്യൂട്രിയൻസുകൾ ഏതൊക്കെയാണ്? പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? 5 ഉണ്ട് കേട്ടോ. 5 കറക്റ്റായിട്ട് പറയണേ, മറക്കല്ലേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇതെല്ലാം എന്താ? മേജർ ന്യൂട്രിയൻസുകളാട്ടോ. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ശരീരത്തിന് ആവശ്യമായ, നമുക്കൊക്കെ ആവശ്യമായ ഊർജം ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കേട്ടോ. ഇത് നമുക്കില്ലെങ്കിലാണ് ശരീരം തളർന്നു വരിക അല്ലേ, എപ്പോഴും അങ്ങ് തളർച്ച. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അടുത്ത പ്രോട്ടീൻ ഈസ് ന്യൂട്രിയൻ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിങ്. നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസസ് ലൈക്ക് ക്വാഷിയോർക്കർ, മരാസ്മസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ്. അതുപോലെ വിറ്റാമിനുകളെ കുറിച്ചും ഉണ്ടായിരുന്നു നിങ്ങളെ, ഞാൻ വിറ്റാമിൻ എഴുതാൻ മറന്നുപോയി. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടോ, കാഴ്ചക്കുറവ്, നമുക്ക് കണ്ണിന് കാഴ്ചക്കുറവ്. വിറ്റാമിൻ ബി ബെറിബെറി എന്ന് പറയുന്നൊരു രോഗമാണ്. വിറ്റാമിൻ സി സ്കർവിയാണ്. വിറ്റാമിൻ ഡി റിക്കറ്റ്സ് ആണ് കേട്ടോ. ആ 4 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ഞാനിത് എഴുതാൻ മറന്നുപോയതാ. എന്ന് വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്നൊക്കെ പറയും, കണ്ണിന് കാഴ്ചക്കുറവ്. ബി ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗമാണ് കേട്ടോ. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബി. സി എന്ന് വെച്ചാൽ സ്കർവി കേട്ടോ. ഡി റിക്കറ്റ്സ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കറും മരാസ്മസും. ഓക്കെ, 50 ആയല്ലോ. ഇനി 51 ചോദ്യം. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ ഡാഷ് എന്ന് പറയുന്നു. എന്താ? കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണമാണ് ഇരുമ്പ്, നിക്കല്, കൊബാൾട്ട്. എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആറ് ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് കേട്ടോ. അയണും കൊബാൾട്ടും നിക്കലും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്ത എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ നോട്ട് അട്രാക്റ്റ്. മറ്റേത് അട്രാക്റ്റ് ആണെങ്കിൽ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇതെല്ലാം ഒരു മാർക്കിൻ്റെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്നാൽ എന്താണ്? കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിനു ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. കാന്തിക ബലം എന്താ? കാന്തത്തിന് ചുറ്റും നമ്മൾ കാന്തം വെക്കുമല്ലോ, അതിൻ്റെ ചുറ്റും അനുഭവപ്പെടുന്ന ആ പ്രദേശമാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ റീജിയൻ സറൗണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും. ദ സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കാൾഡ് ലൈക്ക് പോൾസ്. ദ സെയിം പോൾസ് എന്ന് വെച്ചാൽ എന്താണ്? സെയിം പോൾസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതൊരു മാഗ്നറ്റ് ആണെങ്കിൽ കേട്ടോ, മാഗ്നറ്റിൻ്റെ
അല്ലെ അപ്പുറത്ത് വരച്ചിട്ടുണ്ട്. ദ സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കാൾഡ് ലൈക്ക് പോൾസ്. ദർ ഡിഫറെൻറ്റ് പോൾസ് ആർ കാൾഡ് ഡിഫറെൻറ്റ് പോളാണെങ്കിലോ ആർ കാൾഡ് അൺലൈക്ക് പോൾസ് കേട്ടോ. ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പൽ ആകുകയും അൺലൈക്ക് പോൾസ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് തിരിഞ്ഞു പോകല്ലേ. ലൈക്ക് പോൾസ് ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് ഇതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും. അതായത് അതിൻ്റെ മലയാളം സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും എന്ന് കേട്ടോ. ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും കേട്ടോ. വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ എപ്പോഴും വികർഷിക്കുകയും അല്ലെ റിപ്പലാണ് റിപ്പൽ എന്ന് വെച്ചാൽ എസും എസ്തും സൗത്തും ഒരിക്കലും വരത്തില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ നോർത്തും ഒരിക്കലും വരത്തില്ല. അപ്പോൾ അത് വന്നുമ്പോൾ അത് റിപ്പലായിട്ട് പോവുക, വികർഷിക്കുകയാണ്. എന്നാൽ വിജാതീയ ധ്രുവങ്ങളാണ് എപ്പോഴും ആകർഷിക്കുന്നത്. വിജാതീയ ധ്രുവം എന്ന് വെച്ചാൽ എന്താ, സൗത്തും നോർത്തെന്നോ അല്ലെ നോർത്തും സൗത്തുമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കേട്ടോ. എന്ന് വെച്ചാൽ നോർത്തിൻ്റെയും സൗത്തിൻ്റെയും നിങ്ങളപ്പോൾ ഓർത്താൽ മതി. ഒരുപോലെ വന്നാൽ അവരൊരിക്കലും ഒരുപോലെ വരത്തില്ല. അവരെപ്പോഴും അന്നേരം റിപ്പലായിരിക്കും, അകന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എസ്സും എന്നും എസ്സും ആണെങ്കിൽ അവരെപ്പോഴും എന്താ, അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ, ആകർഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. അടുത്ത എന്താണ് സ്കെൽട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സ്കെൽട്ടൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് സർട്ടൺ ഇന്റേണൽ ഓർഗാൻസ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ആ പാഠത്തിൻ്റെ അകത്തിലെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്കെൽട്ടൺ ശരീരത്തിന് നല്ല ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് സ്കെൽട്ടൺ അല്ലെങ്കിൽ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ സ്കള്ള്? നമ്മുടെ തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്? തലയ്ക്കകത്തെ തലയോടുണ്ടല്ലോ, അതിനകത്തിൽ എത്ര അസ്ഥികളുണ്ട് കുഞ്ഞുങ്ങളെ? മൊത്തം 22 ബോൺസ് ഉണ്ട് കേട്ടോ. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന നമ്മളിപ്പോൾ ഞാൻ കാര്യം പറയുന്നില്ലയോ, ഇത് തലയ്ക്കകത്തുള്ള അല്ലേ ഈ തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്, കീഴ്ത്താടിയല്ലാണ് കേട്ടോ, ലോവർ ജോ ബോണ്. അത് മാത്രമേ ഇരുന്ന് അനങ്ങത്തുള്ളൂ. വേറെ നമ്മൾ എത്ര എന്താന്ന് പറഞ്ഞാലും വേറെ അസ്ഥികളൊന്നും നമുക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. ഏതാണ്? ലോവർ ജോ ബോൺ കേട്ടോ. അടുത്ത ഹൗ മെനി വെർട്ടിബ്രേ ആർ ദെയർ ഇൻ ദ വെർട്ടിബ്രൽ കോളം? നട്ടൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലയോട്ടിക്കകത്തിൽ മൊത്തം 22 ബോൺസ് ആണ്. നട്ടലിൽ എത്ര കശേരുക്കൾ ഉണ്ടെന്നാണ്? 33 കേട്ടോ. 33 58 എണ്ണമായി. 59ാമത്തത് വിച്ച് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് സ്പൈനൽ കോഡ്? സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? വിച്ച് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് സ്പൈനൽ കോഡ്? വെർട്ടിബ്രൽ കോളം ആണ് കേട്ടോ. നട്ടലിൻ്റെ ഇംഗ്ലീഷാണ് കുഞ്ഞുങ്ങളെ ഈ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നട്ടല് ടെസ്റ്റ് പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ വെർട്ടിബ്രൽ കോളം? നമ്മുടെ ഈ നട്ടലിൻ്റെ പ്രധാന ധർമ്മം എന്താവും നിങ്ങളെ? നമുക്കെല്ലാം ഉണ്ടല്ലോ, നിനക്ക് നട്ടലുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമല്ലോ. നിനക്ക് നട്ടലുണ്ടോടാ? നട്ടലിൻ്റെ പ്രധാന ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെർട്ടിബ്രൽ കോളം ഹെൽപ്പ് ദ ബോഡി ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് മൂവ്. നമുക്ക് നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ നട്ടലാണ് കേട്ടോ. നട്ടലിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും പറ്റത്തില്ല കേട്ടോ. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ കളിക്കാനും ചാടാനും ഓടാനും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഏണിടിച്ച് വീണു കേട്ടോ, നടുവിടിച്ച് വീണു എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ അതൊക്കെ തമാശയായിട്ട് വിചാരിക്കുന്നതിലും നല്ലപോലെ നമ്മൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ്, നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും ഒക്കെ പാടായിരിക്കും. പിന്നെ പറ്റത്തില്ലേ കേട്ടോ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഉണ്ടോ കുഞ്ഞുങ്ങളെ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ എത്ര? 206 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഏതാണ്? സ്റ്റേപ്പിസ്. സ്റ്റഡി ഓഫ് ബോൺസ്, അസ്ഥികളെക്കുറിച്ച് പഠിക്കുന്നതിനെ ഓസ്റ്റിയോളജി എന്നാണ് പറയുന്നത്. എന്താണ് ഓസ്റ്റിയോളജി? സിമ്പിൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ലഘുഫലം എന്നാൽ എന്താണ്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം എന്ന് പറയുന്നത്.
നമ്മുടെ പാവല്, പപ്പായ, പയർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എന്താണ്? സിമ്പിൾ ഫ്രൂട്ട്സ് ആണ്, ലഘുഫലം. എ സിമ്പിൾ ഫ്രൂട്ട്സ് ഈസ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. മാംഗോ, പീ, പപ്പായ ഇതൊക്കെ എന്താണ്? സിംഗിൾ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ലഘുഫലമാണ്. 64 65ാമത്തെ ചോദ്യം. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗം. ഒരു പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗം. ഗിവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ ഫ്ലവർ. ഏതാണ്? കൊറോള അല്ലെങ്കിൽ ദളമാണ്. കൊറോള അല്ലെങ്കിൽ ദളം. വിച്ച് പ്ലാന്റ് ഈസ് ആർട്ടിഫിഷ്യലി പൊളിനേറ്റഡ്. നമ്മൾ ഈ കൃത്രിമ പരാഗണം നടക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനെ നടത്തുന്ന ഒരു സസ്യമാണ് കുഞ്ഞുങ്ങളെ വാനില. കൃത്രിമമായിട്ട് പരാഗണം നടത്താൻ പറ്റും കേട്ടോ, അങ്ങനെയുള്ള ഒരെണ്ണമാണ് വാനില. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗങ്ങൾ ഏതാ? ഫലങ്ങൾ ഏതാ കുഞ്ഞുങ്ങളെ? ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ പൂക്കളിൽ നിന്നല്ലേ. നമ്മളിപ്പോൾ ആദ്യമായിട്ടേ അത് പറയുന്നുണ്ട്, പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. വിച്ച് ഫ്ലവേഴ്സ് പാർട്ട് പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ്. എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗത്തിനെ നമ്മൾ കാലിക്സ് അല്ലെങ്കിൽ വിതളം എന്നാണ് പറയുന്നത്. ഈ പാഠം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ മാർക്കും ഇതിനകത്തിലുണ്ട് കേട്ടോ. അതായത് ഒരു പൂ വിരിഞ്ഞതിന് ശേഷം ആ ദളങ്ങളെ താങ്ങി നിർത്തുന്നത് കാലിക്സ് ആണ്, അതായത് വിതളം. ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഗ്രോയിങ്, നറ്ററിങ്, ഫ്ലവറിങ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഇങ്ങനെ ഉള്ളതിനെയൊക്കെ പറയുന്നത് എന്താ? കൾച്ചർ എന്നാണ് കേട്ടോ. ഫ്ലോറികൾച്ചർ എന്താണ്? ദ പ്രോസസ് ഓഫ് ഡെവലപ്പ് ചെയ്യുക, ഗ്രോ ചെയ്യുക, നട്ടറിങ്, ഫ്ലവറിങ്, ഓർണമെൻ്റൽ പ്ലാന്റ്സുകൾ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം എവിടെയാണ്? ഫ്ലോറികൾച്ചർ കേട്ടോ, ഫ്ലോറികൾച്ചർ. വിച്ച് ഫ്ലവർ ബ്ലൂംസ് എവരി 12 years. 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന ചെടി ഏതാണ്? നീലക്കുറിഞ്ഞിയാണ് കേട്ടോ, നീലക്കുറിഞ്ഞി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ കുഞ്ഞുങ്ങളെ? തുടയലാണ് കേട്ടോ, ഫെമർ. നമ്മൾ ഏറ്റവും ചെറുത് ഏതായിരുന്നു? സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആ കുഞ്ഞുങ്ങളെ ചെവിക്കകത്തിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ 3 എണ്ണം ഉണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ആ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുത് കേട്ടോ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും വലിയ അസ്ഥി തുടയല് അല്ലെങ്കിൽ ഫെമുർ കേട്ടോ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് തിയോഡർഷാനാണ് കേട്ടോ. കോശം കണ്ടുപിടിച്ച ആരാ? റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടുപിടിച്ചത് കേട്ടോ. അത് ജന്തുക്കളിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചതാണ് തിയോഡർഷാന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് മുമ്പ് ഞാൻ പറഞ്ഞതാ, ഏറ്റവും ചെറിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാലാണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാന്ന് ചോദിച്ചാൽ പുംബീജമാണ് കേട്ടോ, പുംബീജം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കോശമാണ്. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ഇംഗ്ലീഷിലോട്ട് മാറ്റിയില്ല കുഞ്ഞു. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കോശമാണ്. ആദ്യമായി കോശം കണ്ടെത്തിയത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ റോബർട്ട് ഹുക്കാണ്. ജന്തുകോശവും ഇനി ഈ 3 എണ്ണം നിങ്ങൾ നല്ലപോലെ പഠിക്കേണ്ട കേട്ടോ. നല്ലപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൂവിൻ്റെ പടം വരച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. റൈബോസോം എന്ന് വെച്ചാൽ അത് ഒരു മാർഗിൻ്റെയാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൈബോസോം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന അതെന്താണ്? അതും വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ പടം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് 3ാമത്തെ പാഠം. നോട്ട് ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ചാപ്റ്റർ 6ൻ്റെ നോട്ടാണ്, ഞാൻ വായിക്കുന്നില്ല. നിങ്ങളിത് അഥവാ നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് നോട്ടാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ കേട്ടോ, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൻ്റെ നമ്മൾ ലിങ്ക് ഇട്ടതാണ്. ഇനി ലിങ്ക് കിട്ടാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. ഇത് നിങ്ങൾ പോസ് ചെയ്തെടുത്തിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ കണ്ടോ. പെഡിസലിൻ്റെ ധർമ്മങ്ങൾ എന്താണ്? തലാമസിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? കാലിക്സിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? അഥവാ നോട്ട് കിട്ടാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ കൊറോളയുടെ ധർമ്മങ്ങൾ, അതായത് ദളപുടം. ആൻഡ്രോസിയം കേസരപുടത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഗൈനോസിയം ജനിപുടത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? എന്താണ് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കണ്ടോ, കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ടോ, അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ ഒരു പൂർണ്ണ പുഷ്പം എന്നാൽ എന്താണ്? ഓക്കെ, അടുത്തത് അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലവർ. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, പൂർണ്ണ പുഷ്പം എന്നാൽ എന്താണ്? ഇതൊക്കെ അതിനകത്തിലെ ടെസ്റ്റിനകത്തിലെ ചോദ്യം കേട്ടോ.
ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. നമ്മളിത് ലിങ്ക് ഇട്ടതാണ് ഓൾറെഡി. ഇനി അഥവാ അത് കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ, അതായത് നമ്മളിത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഏതാണ്, അണ്ടേ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത്. എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്, വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ, ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ, കണ്ടോ പ്രധാനപ്പെട്ടതാണേ. അടുത്തത് ആൻഡ്രൂസിയം ഉണ്ട്, എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഗെയിനോസിയം. അടുത്ത മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമല്ലേ നിങ്ങളെ. അടുത്തത് വാട്ട് ആർ ദ സ്റ്റെമൻസ്, വിച്ച് ആർ ദ പാർട്ട് ഓഫ് സ്റ്റെമൻസ്, പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്, വാട്ട് ആർ ദ പാർട്ട് ഓഫ് ദ കാർപ്പല്, കാർപ്പലിനകത്തിൽ എന്തെല്ലാം ഉണ്ട്. പേര് ദ ഫീമെയിൽ ഗ്യാമേറ്റ്സ് സീന്, ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം. നമ്മൾ ആദ്യമേ പറഞ്ഞത് ഫുൾ എന്താണ്, അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതെല്ലാം 2-3 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവറിനെ കുറിച്ച്. നമ്മൾ കുറേ പറഞ്ഞതുകൊണ്ടാണ് ഇനി ഞാനിത് പറയാത്ത കേട്ടോ. വായിച്ച് വല്ലതും അത് വായിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലിൽ കിടപ്പുണ്ടാവും നിങ്ങൾ കേട്ടോ. പംകിൻ യൂണിസെക്ഷൽ, മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ, ഇങ്ങോട്ട് ഫുള്ള് ഇതിനകത്തിലുണ്ട് കേട്ടോ. വെണ്ടയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ, ദ്വിലിംഗ പുഷ്പമാണോ, എന്തുകൊണ്ട്. ഏകലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്താണ്, 30. ബൈസെക്ഷൽ ഫ്ലവർ എന്നാൽ എന്താണ്, ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്താണ്. അതാണ് യൂണിസെക്ഷൽ ഫ്ലവറും ബൈസെക്ഷൽ ഫ്ലവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. മെയിൽ പ്ലാന്റ്സുകൾ, ആൺ സസ്യങ്ങളും പെൺ സസ്യങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ അല്ലേ മെയിൽ പ്ലാന്റ്സും ഫീമെയിൽ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മുടെ ഇതിനകത്തുണ്ട്. അടുത്തത് ഡയോ എന്ന് വെച്ചാൽ എന്താ, ഏകം. ഡൈ എന്ന് വെച്ചാൽ ഇവിടെ ഏകമാണ് കേട്ടോ. ഡയോഷ്യസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഏകലിംഗ സസ്യങ്ങൾ. അടുത്തത് മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 2 മോണോ എന്ന് വെച്ചാൽ കറക്റ്റ് 1 കേട്ടോ. മോണോ എന്ന് വെച്ചാൽ 1, പക്ഷെ ഇവിടെ നേരെ തിരിച്ചെഴുതിയത് ദ്വിലിംഗ സസ്യങ്ങൾ. ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും, പക്ഷെ അത് തിരിച്ചല്ലേ വരുന്നത്. എനിക്കൊന്നും ഞാൻ എഴുതിയതിലുള്ള മിസ്റ്റേക്കാണോ. മോണോ എന്ന് വെച്ചാൽ 1 നിങ്ങൾ, ഡൈ എന്ന് വെച്ചാൽ 2 കേട്ടോ. ഇനി ടെസ്റ്റിലത്തെയാണോ ഞാൻ എഴുതിയൊന്നും അറിയത്തില്ല. അന്നേരം ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അടുത്തതൊക്കെ ഏകലിംഗ, എല്ലായിടും അത് തന്നെ ആണല്ലോ, ഏകലിംഗ സസ്യങ്ങളും അതെ. ഇതൊക്കെ നിങ്ങളങ്ങ് എഴുതിയെടുക്കണം, നമ്മുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അടുത്തത് പൊളിനേഷൻ എന്നാൽ എന്താണ്. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെയാണ്. എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, ഇനി ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഫാക്ടേഴ്സ് ഹെൽപ്സ് ദ പൊളിനേഷൻസ്, ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്. ബിസൈഡ്സ് ലിവിങ് ബീയിങ് വിച്ച് ആർ ദ അതർ പൊളിനേഷൻസ്, ബ്ലാക്ക് പേപ്പറിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ആണോ അല്ലയോ എന്തുവാ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അതാ. സെൽഫ് പൊളിനേഷൻ എന്നാൽ എന്താണ്. സെൽഫ് എന്ന് വെച്ചാൽ സ്വപരാഗണം എന്നാൽ എന്താണ്, സെൽഫ്. അങ്ങനെയാണെങ്കിൽ ക്രോസ് പൊളിനേഷൻ എന്നാൽ എന്താ, ക്രോസ്. ആഫ്റ്റർ പൊളിനേഷൻ എന്നാൽ എന്താണ്, ആഫ്റ്റർ. ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണ്, ഫെർട്ടിലൈസേഷൻ. What happened to the pollen grains after pollination? പരാഗണ രേണുവിലെ പുംബീജ അണ്ടാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്നുണ്ട് കേട്ടോ. ഫെർട്ടിലൈസേഷൻ്റെ 1 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതാനുണ്ട്. സിക്താണ്ഡം ഉണ്ടാകുന്നതും സൈഗോട്ട് കേട്ടോ. ബീജസങ്കലനം എന്നാൽ എന്താണ്, ഫെർട്ടിലൈസേഷൻ ആണ് അതിൻ്റെ മലയാളം. ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണ്. പിന്നെ ബീജസങ്കലനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്. ബീജസങ്കലനത്തിൽ ഇതിലിപ്പോൾ 2-3 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ബീജസങ്കലനത്തിന് ശേഷം, പിന്നെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻസ് ആയിക്കോട്ടെ. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡ ഭ്രൂണമായും ഒവ്യൂൾ വിത്തായും അണ്ടാശയം ഫലമായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഇതെന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും അതിലുണ്ട്. 5ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നല്ലത് ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇല്ല ടെസ്റ്റിലെ ആദ്യത്തെ കുറേ ചോദ്യം ചോദിക്കുമല്ലോ, അതാ. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ നല്ലപോലെ 1, 2, 3, 4 ലിങ്ക് ഇട്ടതാണ്.
എന്നാലും ഇപ്പോൾ എക്സാം ആയിട്ട് ഇനി അഥവാ കിട്ടിയില്ല, നോട്ട് ഇതുവരെ കിട്ടിയില്ല, അങ്ങനെ വല്ലതും ഉള്ളവർക്കേ അതെ. ഓരോ മിശ്രിതത്തിൻ്റെയും പേരും ഘടകപദാർത്ഥങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തി എഴുതാന്നുണ്ട്. ടെസ്റ്റിലെയാണ് ഒന്നുണ്ട്. നാരങ്ങ വെള്ളത്തിനകത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കെ. 8 ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? 9 2 ഖരവസ്തുക്കളുടെ പേര് ഒന്നിൽ കൂടുതൽ എഴുതാൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 11 12 സൊല്യൂഷൻ എന്നാൽ എന്താണ്? ലീനം, സൊല്യൂഷൻ, സൊല്യൂട്ട്, സോൾവെൻറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ലീനം ലയിച്ചു ചേരുന്ന പദാർത്ഥത്തിനെ ലീനമെന്നും, ഏതിനാണോ ഇപ്പം നമ്മൾ ഉപ്പ് എടുത്തിട്ട് ഉപ്പ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ലീനം, വെള്ളം എന്ന് പറയുന്നത് അവിടെ ലായകമാണ്, ഉപ്പും വെള്ളവും കൂടെ ചേരുമ്പോൾ അവിടെ സോൾവെൻ്റ് ആവും കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. സൊല്യൂഷൻ എന്നാൽ എന്താണ് നോക്കിയോ നിങ്ങൾ? സൊല്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ലീനം, ഇത് നോക്കണേ ലീനം, അത് കഴിഞ്ഞിട്ട് ലായകം കണ്ടോ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് മിശ്രിതങ്ങൾ അല്ലെ മിക്സ്ചർ. 15 ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. മോർ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻസ് കേട്ടോ. അതൊക്കെ നമ്മൾ എഴുതിയതാണ്. ഓക്കെ. 916 ഗോൾഡിനെ കുറിച്ചുണ്ട്. അടുത്തത് ഒരു പരീക്ഷണം എഴുതാനുള്ളതുണ്ട്. കണ്ട് ഇത് പരീക്ഷണമാണ്. അത് യെസ് ഓർ നോ എന്നുള്ളതാണ്. കണ്ട് ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണം. വായിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ ചാപ്റ്റർ തീരത്തില്ല. ചോക്കുപൊടികൾ എന്ന വെള്ളത്തിനെ കുറിച്ച് കണ്ട പരീക്ഷണം, ഇതെല്ലാം എക്സ്പെരിമെൻ്റ് ആട്ടോ. ആ എക്സ്പെരിമെൻ്റ് നമ്മുടെ ടെസ്റ്റിലെ എക്സ്പെരിമെൻ്റ് എഴുതാനായിട്ടോ ആക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഹോമോജീനിയസ് മിക്സർ ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. ഹോമോജീനിയസ് എന്താണ്? അവിടെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഹെട്രോജീനിയസ് മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉപ്പിൻ്റെ സംബന്ധിച്ച് കേട്ടോ. ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ? എന്തുകൊണ്ട്? ഇംഗ്ലീഷും മലയാളം ഉണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. 25 ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസും ഹെട്രോജീനിയസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതൊക്കെയാണ് ഘടകം നോക്കിയ? ഗ്യാസ് 78% നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 0.04, ഓക്സിജൻ 21. നമ്മുടെ അന്തരീക്ഷത്തിലെ എയറിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതൊക്കെ 3, 4 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് കേട്ടോ. 3 മാർക്കിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം ഇത്. വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താലൊക്കെ എന്ത് സംഭവിക്കും? എന്തോ സംഭവിക്കാനല്ലേ. ഹൗ ഡസ് ദ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് അഫക്റ്റ് ദ ഇക്വിലിബ്രിയം ഓഫ് എയർ? പ്ലാസ്റ്റിക് കത്തുന്നതിന് വായുവിനെ എങ്ങനെ അത് ബാധിക്കുമെന്ന് അത് ഇത്ര എഴുതണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചോദ്യമാണേ, ഇത്ര എഴുതണം. ചെറുപയറും റവയും ഇട്ട് കുലുക്കിയ ശേഷം കേട്ടോ എന്ത് സംഭവിക്കും? രണ്ടും വേർതിരിഞ്ഞ് കിടക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയത്? എവിടാ പോയത്? നിങ്ങൾ എഴുതി എടുക്കണേ. ഞാനിത് കാരണം നമുക്ക് ഈ 4 പാഠവും കാണിക്കേണ്ടത് കൊണ്ടാണ്. ഉണ്ട് സോളിഡിലോട്ട് മാറിയത്, ലിക്വിഡിലോട്ട് മാറിയത്, ഗ്യാസിലോട്ട് മാറിയത് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. സോളിഡും ലിക്വിഡും ഗ്യാസിലോട്ട് മാറിയത് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അടുത്തത് ഖരപദാർത്ഥങ്ങളെ തന്മാത്രകളെ ഏറ്റവും അടുത്ത് ഖരവും ദ്രാവകവും വാതകവും നമ്മുടെ ടെസ്റ്റിലെ 3 പടം തന്നിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് വൈ ആർ ലിക്വിഡ്സ് ഏബിൾ ടു ഫ്ലോ? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെയൊക്കെ ഇംഗ്ലീഷും മലയാളം ഉണ്ടേ. ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല, എന്തുകൊണ്ട്? മിക്സ്ചർ എന്നാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് എന്നാൽ എന്താണ്? സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ വാട്ട് ആർ? മൊത്തം അതും 40 ശുദ്ധപദാർത്ഥങ്ങൾ അടിപ്പാടം വരച്ച് നിങ്ങൾ മനസ്സിലാക്കി വേണം കേട്ടോ. മനസ്സിലാക്കണം. ഇതെല്ലാം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം 5ാമത്തെ പാഠം ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ 6ാമത്തെ പാഠം 6 ചാമ്പേഴ്സ് ഓഫ് ലൈഫ്. ഈ പാഠത്തിൻ്റെ കുറേ ഞാൻ നോട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് റോബർട്ട് ഹുക്കിനെ കുറിച്ചാണ്. റോബർട്ട് ഹുക്ക് അതിൻ്റെ മലയാളം കുഞ്ഞുങ്ങളെ ഉണ്ട്. ഇപ്പം ഞാൻ എഴുതിയതിൻ്റെ സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ ചെറിയ മുറി എന്ന അർത്ഥം. സെൽ എന്നാൽ എന്താണ്? കോശങ്ങൾ എന്നാൽ എന്താണ്? കണ്ടേ
എൻ്റെ മലയാളം ഏകകോശ ജീവി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോശം മാത്രമുള്ളതിനെയാണ് ഏകകോശ ജീവി. അമീബ, പാരമീസിയം, യൂഗ്ലിനെയൊക്കെ ഏകകോശമാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവി. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ ബഹുകോശ ജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളെല്ലാം ബഹുകോശത്തിൽ വരുന്നതാണ്. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാം? 5. 6. ഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് വളരെ മൾട്ടി സെല്ലുലാറും യൂണിസെല്ലുലാറും തമ്മിലുള്ള വ്യത്യാസം. എഴുതിയെടുക്കണേ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഈ പോസ് ചെയ്തെടുക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. നിങ്ങളന്നേരം കട്ട് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചീക്ക് സെല്ലിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കവിളിലെ കോശങ്ങൾ, ഇത് ഇംഗ്ലീഷും ഇത് മലയാളവുമാണ്. നമ്മുടെ കവിളിൽ നിന്ന് ഒരു ഇതെടുത്തുണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് ഒനിയൻ്റെ സെല്ലെടുത്ത് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇത് ഇംഗ്ലീഷാണ്, ഇത് മലയാളമാണ്. ഉള്ളിയുടെ കേട്ടോ, മലയാളം ഇംഗ്ലീഷും. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നൊന്നും അറിയണേ കേട്ടോ. ജന്തുകോശത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജന്തുകോശത്തിൽ എന്തൊക്കെയുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നെങ്കിലും പ്ലാന്റ് സെല്ലും അതിൻ്റെ ഫങ്ഷനും സെൽ മെമ്പറൈന് കേട്ടോ, അതിൻ്റെ ധർമ്മങ്ങൾ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, വാക്യൂള്, റൈബോസോം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന റൈബോസോം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, മൈറ്റോകോൺട്രിയോ, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയോ കേട്ടോ. നമ്മുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതും മൈറ്റോകോൺട്രിയോ അല്ലേ. അതെ, 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതെല്ലാം നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, ഫേനത്തിൻ്റെയും റൈബോസിൻ്റെയും ധർമ്മങ്ങൾ എന്തെല്ലാമാണ് കണ്ടോ. ഒരുപാട് ഡിഫറൻസ് ഇതിനകത്ത് 2 മാർക്കിൻ്റെ ചോദിക്കുന്നുണ്ട്. സസ്യകോശത്തിനകത്ത് മുമ്പ് നമ്മൾ ജന്തുകോശത്തിൽ എന്തോ ഉണ്ട്, സസ്യകോശത്തിൽ എന്തൊക്കെയുണ്ട്, തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതിനകത്തിലൊക്കെ ഓരോന്നിലും എന്തൊക്കെയുണ്ടെന്ന്. കോശഭിത്തിയുടെ ധർമ്മം എന്താണ്? ഫങ്ഷൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അടുത്ത ഇതാണ് ഇങ്ങനെയാണ് ഞാൻ തന്നെ കേട്ടോ. നിങ്ങളെ അതായത് ഇങ്ങനെ വെച്ചത് കണ്ടേ. ആനിമൽ സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ? ആനിമൽ സെല്ലിൽ എന്തൊക്കെയുണ്ട് ഡിഫറൻസ്? ഇത് ഞാൻ പറഞ്ഞില്ല പഠിക്കണമെന്ന്. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഇത് ആനിമൽ സെല്ലാണ്. ആനിമൽ സെല്ലിൽ ഇല്ലാത്ത എന്താണെന്ന് കണ്ടിട്ട് വെച്ചേക്കുന്നുണ്ടോ? ഇല്ല. ഇതിനകത്തിലുള്ളത് കേട്ടോ. ഇതിലുള്ളതും പ്ലാന്റ് സെല്ലിൽ എന്തൊക്കെയാണ്? ബോത്ത്, രണ്ടിലും വരുന്നത്, ബോത്ത്. ആനിമൽ സെല്ല് കണ്ടോ, ഇത് തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. നല്ലപോലെ അങ്ങ് പഠിച്ചെടുക്കണേ. അടുത്തത് ഡൈവേഴ്സിറ്റി എമംഗ് സെല്ല്, മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ടിഷ്യൂസ്, അതിപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ടിഷ്യൂ കലകൾ, ടിഷ്യൂ പലതരത്തിലുണ്ട്. എപ്പിത്തീലിയൻ അല്ലേ. നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ച മസിൽ സെല്ല്, എപ്പിത്തീലിയൻ, ന്യൂറോൺ സെല്ലും ഒക്കെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ. അന്നേരം എഴുതിയെടുത്തില്ല. ഓർഗൻ സിസ്റ്റം ഏതൊക്കെയാണ് നമ്മുടെ കേട്ടോ. ഇതൊക്കെ പഠിക്കണേ. നമ്മുടെ ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എഴുതണ്ടേ. ലങ്സ് ഈസ് ഓൺ ഓർഗൻസ് ഉണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട. കോശം ടിഷ്യൂ ആവുന്നു, ടിഷ്യൂ ഓർഗൻ അവയവ്യവസ്ഥ, പിന്നെ ഓർഗാനിസം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. അടുത്ത ഇനി 7ാമത്തെ ചാപ്റ്റർ. 7 ഏതാ? എല്ലാം നമ്മൾ ലിങ്ക് ഇട്ട കേട്ടോ. 7ാമത്തെ ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം. ഇത് നമ്മൾ ഇട്ടതാണ്. ജാഗറി വൈദ്യുത ബൾബ്, CFL കുറിച്ചൊക്കെ, CFL ബൾബും ഒക്കെ. ഇത് ഓർഡറിലല്ലോ. ചേഞ്ചസ് ഇൻ ഷേപ്പ്, രൂപമാറ്റം. ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ്, ജലത്തിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ ഏതെല്ലാം, ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഇട്ടാണ്. എന്നാലും പറഞ്ഞത് പ്രകൃതിയും മറ്റ് ജീവജാലങ്ങൾക്കും ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം. ഇതാ ഞാൻ പറഞ്ഞത്. ഐസ് കണ്ടോ, ജലം ഐസാകുന്നു, ജലം വാട്ടർ പേപ്പർ ആകുന്നു. ചൂടാക്കുമ്പോൾ വാട്ടർ പേപ്പർ ആകുന്നു, തണുക്കുമ്പോൾ ഐസാകുന്നു. അതായത് ജലം ദ്രാവകം ആണ്, അത് ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ഖരമായിട്ട് മാറുന്നു, ചൂടാക്കുമ്പോൾ അത് വാതകമായിട്ട് മാറുന്നു. 6ാമത്തെ. 7ാമത്തെ ചോദ്യം, ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. കൺസിഡർ ദ സിറ്റുവേഷൻസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് കേട്ടോ. 7ാമത്തത്. 8ാമത്തെ, വാക്സ് മെൽറ്റ്, മെഴുകുരുകുമ്പോൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്.
വാക്സ്, മെൽറ്റ്, അതിൻ്റെ എന്താ ആക്ടിവിറ്റി ആയിട്ട് അതിനകത്തിലെ ടെസ്റ്റിലെ ചോദ്യം നിങ്ങൾ ഇതെല്ലാം കേട്ടോ. ടെസ്റ്റിനകത്തിലെ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചില്ല. അതാ 8 ഉണ്ട്. എൻ്റെ 4ാമത്തെ ഉണ്ടോ. പിന്നെ നമ്മുടെ ടെസ്റ്റിലെ കംപ്ലീറ്റ് ദ ടേബിൾ, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഏത് അവസ്ഥയിലോട്ട് മാറുന്നു എന്നുള്ളത് 9ാമത്തെ. 10ാമത്തത് ഒരു പദാർത്ഥത്തിന് അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് 10ാമത്തത്. 11ാമത്തെ ചൂടായതിനു മുമ്പ് മെഴുക് ഏത് അവസ്ഥയിലായിരുന്നു, ഉണ്ട് അതിൻ്റെ ഇംഗ്ലീഷുണ്ട്. 11, 12, 13, 14, 15, 16 കണ്ടോ. ഈ 16 വൺ വേർഡാണ്. നമ്മുടെ ടെസ്റ്റിൽ അവർ ചോദിച്ച ചോദ്യമാണ്. ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തങ്ങളുടെ ഡിഫറൻസ് അറിയണം നിങ്ങൾ കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് ഇതാണ്. അതിൻ്റെ മലയാളം ഉണ്ട്. 18. 19ാമത്തെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. 20 പ്രൊട്ടക്റ്റ് ഇൻ നേച്ചർ. 20. 21ാമത്തെ റീസൈക്ലിംഗ്, പുനർനിർമ്മാണം, അതിൻ്റെ മലയാളം. റീയൂസ്, റീസൈക്കിളും റീയൂസും ഉണ്ട് കേട്ടോ. 22 പുനരുപയോഗം. 23 ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റങ്ങൾ, കൂടുതൽ ഉദാഹരണങ്ങൾ. ഒരു ആക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്ടിവിറ്റിയൊക്കെ ടെസ്റ്റിലെ കേട്ടോ. 24 ഇതൊക്കെ ടെസ്റ്റ്. കെമിക്കൽ ചേഞ്ച് എന്താണ്? കെമിക്കൽ ചേഞ്ച്. 25 അത് ടെസ്റ്റിലെ ആക്ടിവിറ്റിയാണിത്. 27 ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഇതാണ്ടേ ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞില്ലയോ, നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ ഡിഫറൻസ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 27 ദ യൂസസ് ഓഫ് ചേഞ്ച് ആൻഡ് നോൺ യൂസ്ഫുൾ ചേഞ്ച്. നമുക്ക് ഉപകാരപ്രദമായ മാറ്റങ്ങളും ഉണ്ട്, ഉപകാരപ്രദമല്ലാത്ത മാറ്റങ്ങളും ഉണ്ട്. ഏതെല്ലാമാണ്? നമ്മൾ പറഞ്ഞില്ലേ റസ്റ്റ്, തുരുമ്പിനെ കുറിച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാ തുരുമ്പ്. 30. 31 സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. അങ്ങനെ ഒരു ചോദ്യം ടെസ്റ്റിലുണ്ട് കേട്ടോ. 31 ഈ ഇംഗ്ലീഷ് മലയാളം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വിടുന്നത് കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കണ്ടോ. 33 ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ. 34 കെമിക്കൽ നെയിം, ഓരോന്നിൻ്റെ എഗ്ഗ് ഷെല്ലിൻ്റെ കെമിക്കൽ നെയിം, വിനാഗിരിയുടെ, ബേക്കിംഗ് സോഡ, അതിൻ്റെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ലപോലെ ആ പാഠഭാഗത്തിൽ പറഞ്ഞതാണ് കേട്ടോ. 36 37ാമത്തെ എക്സ്പെരിമെൻറ്റ്. ഞാനിങ്ങനെ സ്പീഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ പാഠത്തിൻ്റെ എല്ലാം നമ്മൾ ചാനലിൽ ഓരോ പാഠം ലിങ്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഫുള്ള് പരീക്ഷയ്ക്ക് എന്തൊക്കെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം പരീക്ഷയ്ക്കുണ്ട് എന്ന് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. 39 40 കെമിക്കൽ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലും മാറ്റങ്ങളുണ്ട്. ഫോട്ടോസിന്തസിസ് എന്നാൽ എന്ത്? 43 മിന്നാമിനിങ്ങിൻ്റെ ചോദ്യമുണ്ട് കേട്ടോ. മിന്നാമിനിങ്. ലൂസിഫറൻ എന്നാണ് കേട്ടോ. ലൂസിഫറിൻ എന്നാണ് ഈ മിന്നാമിനിങ്ങിൻ്റെ ആ പുറവശം തിളങ്ങുന്നില്ലേ, അതിനൊരു കെമിക്കലുണ്ട് അവിടെ കേട്ടോ. അതാണ് ലൂസിഫറി. ലൂസിഫർ സിനിമയല്ലേ. 46 47 48 49 50 51 52 53 53 ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മോഷൻ്റെ പാഠമായിരുന്നു തോന്നിയത്. റെഫറൻസൊക്കെ അല്ലേ. ലാസ്റ്റ് ഒരു 8ാമത്തെ ചാപ്റ്ററിൻ്റെ 3 മാർക്കിൻ്റെ ഉണ്ടെന്ന് അറിയുന്ന കേട്ട്. അതുകൊണ്ട് ഞാനത് എന്താണെന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും ഒക്കെ കേട്ടോ 3 മാർക്കിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഈ ഫ്ലവറിൻ്റെ ഒരു 2-3 ഉണ്ടോ. ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്നാൽ എന്താണ്ട് സിമ്പിൾ ഫ്രൂട്ട്സ് എന്താണ്? പുഞ്ചഫലം. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലേ കേട്ടോ.
ഫ്രൂട്ട്സിൻ്റെ പാഠത്തിൻ്റെ കേട്ടോ, മുമ്പലത്തിൻ്റെ ബാക്കി ഞാനിത് കാണിച്ചില്ലായിരുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്താണ്, സ്യൂഡോ ഫ്രൂട്ട്സ് ഉണ്ട്, കപടഫലങ്ങൾ. ഫ്ലോറിക്കുലർ പുഷ്പകൃഷി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ ആണോ നിങ്ങൾക്ക് സംശയമുള്ളത് അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളത് വൃത്തിയായിട്ട് ഏതിലാണോ സംശയമുള്ളത് അത് ആ പാഠം നോക്കിയാൽ മതി. അതിനകത്തിൽ എല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ ഏകദേശമുള്ള എല്ലാ പാഠവും ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിൻ്റെ ഫുൾ നോട്ടും ആൻഡ് ആന്തൂറിയം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ഇൻ ഫ്ലോറിക്കൾച്ചർ. പുഷ്പകൃഷി കൊണ്ടുള്ള നേട്ടങ്ങൾ കണ്ടോ, ലാസ്റ്റ് വന്ന് നിന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇത് തന്നെയാണ്. പുഷ്പകൃഷി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മളെല്ലാ ചാപ്റ്ററുകളും നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ വായിച്ച് തന്നിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+. കാരണം നിങ്ങൾ ഫുള്ള് നോട്ട് ഞാനിത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഇനി ദിവസങ്ങളുണ്ട്, സമാധാനത്തെ ഇരുന്ന് പഠിക്കുക. നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനിയും ഞാനത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കുട്ടികളെക്കാട്ടിൽ കൂടുതൽ ഇത് അമ്മമാർക്കാണ് ഉപയോഗപ്രദമാകുന്നതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എന്തായാലും കുഞ്ഞുങ്ങളെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.